എവരിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ കിഴക്കോട്ട് യാത്ര പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരു സോഡ നാരങ്ങാളം കുടിക്കാൻ തീരുമാനിച്ചു. കേട്ടാ പേര് ഷോമി ദേഹത്ത് പിടിക്കല്ലേ കണ്ടോ? ആ നല്ലാണോ? ഹലോ, എന്താ വെയിറ്റ് ചെയ്യുന്നേ? അങ്ങനെ ഞങ്ങള് കണ്ണൊക്കെ കാണിച്ചു, ഹെഡാപ്പിയുടെ കണ്ണ് കാണിച്ചു. ഹെഡാപ്പിക്ക് ചെറിയ പവറുണ്ട്. അപ്പം ഞങ്ങൾ അതിനുള്ള മരുന്നൊക്കെ വാങ്ങി ഇറങ്ങി. ഞങ്ങൾ കിഴക്കോട്ട് പോകട്ടോ. പോകുന്ന വഴിക്ക് കാണിച്ചു തരാവേ. എല്ലാം അടിപൊളിയായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, വഴിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയാട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? സോഡ അല്ലേ? ഹെലമോ കൂടെ കൊടുക്ക. ഹെലമോ ആണെങ്കിൽ വേറെ എന്തൊക്കെയോ മുട്ടായി ഒക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടിട്ട് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ചൂടത്ത് ഈ സോഡ നാരങ്ങ വെള്ളം ഒന്നും കുടിച്ചില്ലെങ്കിൽ നമ്മൾ ചത്തു പോകട്ടോ. അതുപോലെ ചൂടാണ് പുറത്ത്. നമ്മുടെ എ സി ഒക്കെ ഇട്ട് അകത്തിരിക്കുന്ന കാരണം അത്ര അറിയാത്ത എന്റെ വെച്ചു നാരങ്ങണം കുടിച്ചു. ഇതുണ്ടോ ഈ വഴിയൊക്കെ ഉണ്ട്, അടിപൊളി വഴിയാണ് കേട്ടോ. സൂപ്പർ വഴിയാണ്. വളഞ്ഞും പൊളഞ്ഞും ഒക്കെയാണ് പോകുന്നത്. ഇത് ഞങ്ങൾ കിഴക്കോട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണുന്നത്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്താണ്. സത്യത്തിൽ ഇത് ഞാൻ ലോങ് വീഡിയോ പോലെ എടുക്കേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കുഞ്ഞു കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഷോർട്ട് വീഡിയോയുടെ ആ ഒരു ഫോർമാറ്റിലായിപ്പോയി ഇത് റെക്കോർഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു. ആ മുണ്ടക്കൈ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പൊക്കെ ആയി തുടങ്ങി. പിള്ളേർക്കാണെങ്കിലും ക്ലൈമറ്റ് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കുഞ്ഞുങ്ങളാണെങ്കിലും നല്ലപോലെ എൻജോയ് ചെയ്തു ട്രിപ്പൊക്കെ. ഇതിന് മുല്ലപ്പൂ കോർത്തിട്ടേക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ, വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു മുല്ലപ്പൂ കോർത്ത് കിടക്കുന്നുണ്ടോ? ഞങ്ങൾ ടീച്ചറുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് പറിച്ച മുല്ലപ്പൂവാണ്. പറിച്ച് വണ്ടിയുടെ മുന്നിൽ കോർത്തിട്ടതാണ്. നോക്കി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡൊക്കെ നല്ല ഇതാണ് കേട്ടോ. എന്താ പറയുന്നത്, നല്ല അഗാധമായ കൊക്കകളാണ് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ. നമ്മൾ വണ്ടിക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം. ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങൾ വീട്ടിലെത്തി. ഇതെല്ലാം ചേച്ചിയുടെ കുഞ്ഞാവെ കൊടുത്തു. ഹെയ്ഡാപ്പി വന്നത് ആട്ടിലോട്ടിലേക്ക് കയറി. ഹെലമോൾ എന്ത് ചെയ്യണം അറിയത്തില്ല, അതേ നടക്കുന്നു. ആ ചാച്ചൻ അതേ നിൽക്കുന്നു. മമ്മി നിൽക്കുന്നു. ഹലോ, ഇതേണ്ട ഇവിടുത്തെ താരങ്ങളാണിത്. എത്തി പള്ളി കഴിഞ്ഞിട്ട് എവിടെ പോവാ? ആണോ? അങ്ങനെ ലിയോണ ചാച്ചൻ ഇതേണ്ട സ്കേറ്റിംഗ് ഷൂ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഹെഡാപ്പിക്ക്. വേണ്ടേച്ചി വണ്ടിയുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഏലം കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തി, ചോറൊക്കെ ഉണ്ടു. അമ്മേ, നിങ്ങൾ ഏലം കാണിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോന്നാണ് ഈ കാണുന്നത്. ഈ നിൽക്കുന്നതാണ് ഏലം. കണ്ടോ? ഇതാണ് കേട്ടോ ഏലം. കണ്ടോ? നല്ല സ്ഥലമാണ്, നല്ല കാറ്റുണ്ട്. എന്താ പറയുന്നത്, ഒട്ടും ചൂടില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഇത് ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ ഒരു മാവ് നിൽപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥലം. എൻ്റെ കപ്പളങ്ങ കിടക്കുന്ന കണ്ടാ കാണിച്ചാൽ പഴുത്ത് നിൽക്കുന്ന കപ്പളങ്ങയൊക്കെ ഉണ്ടെന്ന് നോക്കാമേ. കണ്ടോ 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 കടല് കണ്ടോ 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 വേണ്ടോ? എല്ലാവരുടെയും ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ പരിപാടികളാണ്. കണ്ടോ? കൊടുക്കുന്നേ കണ്ടോ? കണ്ടോ? എല്ലാവരും കൂടി ഇവിടുന്ന് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ചായ കുടിക്കുക. കാണാവോ എല്ലാവരും? ഹെയ്ഡാപ്പി വരുന്നു, ഹെയ്ഡാപ്പി. അപ്പം കണ്ടോ പേരക്കൊക്കെ നിൽക്കുന്നുണ്ടോ?
ആയിപ്പോയി. നല്ല ചെടി കേട്ടോ, ചെടിയും മക്കളും എല്ലാം അടിപൊളി. ബിസ്ക്കറ്റ് കൊണ്ടുവന്ന പത്ത് തുള്ളിയതാ കിറുക്കിട്ട് പോയിടിച്ചു ബിസ്ക്കറ്റ്. അപ്പൊ ഞങ്ങൾ തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം ബൈ. ഇവിടെ പറ. Please do like, share and comment and subscribe. See you with another video. Bye bye.